ഇന്ന് നമ്മൾ പരിപ്പുവടയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പരിപ്പുവട എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ പരിപ്പുവടയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാക്കണ ഒരു പലഹാരമാണ്. പക്ഷേ പരിപ്പുവട നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലർ പറയുന്ന ഒരു പരാതിയാണ്, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചില സ്ഥലത്തു നിന്നൊക്കെ വാങ്ങണ പരിപ്പുവടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് ചൂടാറി കഴിഞ്ഞാലും നല്ല കറും വറാതിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചൂടാറി കഴിഞ്ഞാലും ഒന്ന് തണുത്തൊന്നും പോവാത്ത നല്ല കറും മുറാന്നിരിക്കണ പരിപ്പുവട റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് വറുത്തിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും അതിൻ്റെ ഉൾഭാഗം ശരിക്കും മുരിഞ്ഞിട്ട്. പിന്നെ വേറെ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 വെറൈറ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാരയൊന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്, കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി പറ്റുന്ന മിൽക്ക് ഷേക്ക്. ഇപ്പോൾ നിങ്ങൾ തടിയൊക്കെ കുറയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവരും പറയുന്ന ഒരു പരാതിയാണ് കവള് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടുന്നു. പക്ഷെ നിങ്ങൾ ഇതേപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിച്ച് നോക്കാൻ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ജ്യൂസുകൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമുക്കൊരു സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ പരിപ്പുവട നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുതിർന്ന് കഴിഞ്ഞപ്പോൾ വെള്ളം മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. പരിപ്പ് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒടിക്കുമ്പോൾ ഇതേപോലെ ഒടിഞ്ഞു കിട്ടും. ഇതേപോലെ ആ പരിപ്പ് നന്നായിട്ട് കുതിർത്തിയിട്ട് എടുക്കണം. കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കേണ്ട. കുറേ നേരം കുതിർത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനമായിരുന്നാലും ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിലേ പോവും. അപ്പോൾ ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ പരിപ്പുവട ഉണ്ടാക്കുമ്പോൾ മിക്കവർക്കും ഒരു സംശയമുള്ളതാണ് ശരിക്കും ഏത് ടൈപ്പ് പരിപ്പാണ് പരിപ്പുവടയ്ക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ പരിപ്പ് നോക്കിക്കേ, യെല്ലോ സ്പ്ലിറ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പരിപ്പ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ചെനാദാലുണ്ടല്ലോ, ഇതാ ചെനാദാൽ, അല്ലെങ്കിൽ ഇതെടുക്കുക. ഇത് 2 വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 വെച്ചിട്ട് പരിപ്പുവട ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ചിലർ പറയാറുണ്ട് യെല്ലോ സ്പ്ലിറ്റ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചിലർ പറയാറുണ്ട് ചെനാദാൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2 വെച്ചിട്ട് ഉണ്ടാക്കിയാലും സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു പൊടിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം കൂടുതൽ തോന്നിയത് യെല്ലോ സ്പ്ലിറ്റ് പീസാണ്. പക്ഷെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് വടപ്പയർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ കടയിൽ നിന്ന് അവർ നിങ്ങൾക്ക് എടുത്തു തരും. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ എല്ലാവരും ഈ ചെനാദാൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത്. യെല്ലോ സ്പ്ലിറ്റ് പീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ കുറേ ഇവിടെ കടയിൽ ആദ്യം അന്വേഷിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് കിട്ടിയത്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുണ്ടല്ലോ, ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ പരിപ്പാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, 2 വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. സാമ്പാർ പരിപ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ. സാമ്പാർ പരിപ്പിന് ഇത്രയ്ക്ക് തിക്നെസ് ഉണ്ടാവില്ല. ഇതിന് നോക്കിക്കേ കുറച്ച് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഈ ചെനാദാൽ എന്ന് പറഞ്ഞത് അത് ഈ നമ്മുടെ ഈ വെള്ളക്കടല ഉണ്ടല്ലോ, വെള്ളക്കടലയിൽ നിന്ന് എടുക്കണ പരിപ്പാണ്. അങ്ങനെയാണ് എൻ്റെ അറിവ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് പരിപ്പുവടയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സവോളയായിരുന്നു. കാരണം സവോളയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ചേർക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇതേപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി ആയിരുന്നാലും കുറച്ച് നന്നായിട്ട് ചേർക്കുക, അപ്പോഴായിരിക്കും പരിപ്പുവടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചി ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഇങ്ങനെ അല്ലി പോലെ നമ്മളിങ്ങനെ വിടർത്തിയിടില്ലേ, അതേപോലെ വിടർത്തിയിടണം. അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഒന്ന് ചതച്ചിട്ടാണ് സാധാരണ ഇടാറുള്ളൂ. ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് കത്രിക വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെരുന്നനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. വലിയ പീസായിട്ട് കിടക്കരുത്. പിന്നെ വേണ്ടത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പച്ചമുളക് ആയിരുന്നാലും കുറച്ച് കൂടുതൽ ചേർക്കുക. പക്ഷേ പച്ചമുളക് കട്ട് ചെയ്തിട്ടിടുമ്പോൾ നല്ല നെരുന്നനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടിടുക. അപ്പോൾ നമ്മൾ പരിപ്പുവട കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ കടിക്കുമ്പോഴായിരുന്നാലും ഭയങ്കര എരിവുണ്ടാവില്ല, എന്നാലും ചെറുതായിട്ട് ഒരു എരിവുണ്ടാവും. നല്ല കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ആ പച്ചമുളകിന് ഒരു അളവ് പറയുന്നില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില.
പിന്നെ പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ മസാലപ്പൊടികൾ ജീരകം അതൊന്നും ചേർക്കില്ല. ഇത്രയ്ക്ക് സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇത് നന്നായിട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഉള്ളി കയറുന്നാലും നമ്മുടെ ഈ വടയുടെ കൂടെ കിടന്നിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് ഒരുപാട് കൂടുതൽ ചേർക്കാൻ വേണ്ട. പിന്നെ ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. പക്ഷേ സവോള ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ നമുക്ക് പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കി ഇട്ടെടുക്കുക. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് ഫസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കാം. മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് കറക്കിയിട്ടെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ഇത് ശരിക്കാണ്ട് അരഞ്ഞ് കിട്ടുള്ളൂ. വെള്ളമൊന്നും ചേർക്കരുത് അരച്ചിട്ട് എടുക്കുമ്പോൾ. മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടല്ലോ, അതിനകത്ത് വേണമെന്ന് വെച്ചാൽ അതിനകത്തും ചെയ്യാം. എനിക്ക് ഒരു പുതിയൊരു ഫുഡ് പ്രോസസ്സർ ഇവിടെ ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയത് അതിനകത്ത് വെച്ചിട്ട് അരച്ചിട്ടാണ് ഞാൻ ഇതിൽ മുമ്പ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പരിപ്പൊടി ഉണ്ടായിരുന്നു. കുറേ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് വെച്ചിട്ടാണ് കറക്കിയെടുത്തത്. അതിനകത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മിക്സിയിലുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ അരച്ചിട്ടെടുക്കുക. ഇതൊന്നും അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ അരക്കില്ല കേട്ടോ. ഇത് സെപ്പറേറ്റ് നമ്മൾ ഈ പരിപ്പ് അരച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പരിപ്പ് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതാ പരിപ്പ് ചേർക്കാം. ഈ ബ്ലേഡിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കണം, അത്രയ്ക്ക് ഇട്ടാൽ മതി. കുറച്ചും കൂടി ഇടാം. ബ്ലേഡ് ഒന്ന് മൂടി നിൽക്കണം, അതേപോലെ ഇട്ടാൽ മതി. ഇനി നമുക്കൊന്ന് കറക്കിയിട്ടെടുക്കാം. ഇതാ അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അരഞ്ഞിട്ടുണ്ടോ നോക്കാം. ഇതാ നോക്കിയേ, അടിയിൽ കിടക്കുന്നത് അരിഞ്ഞിട്ടുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്നുണ്ട്, അത് അരിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഒന്നും കൂടി ഇതേപോലെ ഒരുമിച്ചാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിന് അരിഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഇതേപോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ഇട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അധികം സമയമൊന്നും എടുക്കില്ല. നോക്കിക്കേ, നമ്മൾ മിക്സിയിലിട്ടിട്ട് ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരയാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചിലത് ഇങ്ങനെ പൊടി പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 1, 2, 3, 4 നമുക്ക് എണ്ണാവുന്ന അത്രയ്ക്കുള്ള പരിപ്പ് ചിലപ്പോൾ മുഴുവനായിട്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട്, അതും കുഴപ്പമില്ല. അപ്പോൾ അയ്യോ ഇനി അറിയണില്ലല്ലോ എന്ന് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കണ്ട. ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ ഇഞ്ചി ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇഞ്ചി ചേർക്കണം കേട്ടോ. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ പരിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി അടുത്തത് സവോള ആയിരുന്നാലും അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം. ഇതാ വേപ്പില നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കീറിയിട്ടിടാം. ഇനി ഉണക്കമുളകും കൂടിയിട്ട് ചേർക്കാം. പൊടിയായിട്ട് മുളക് അങ്ങനെ ഒന്നും ചേർക്കരുത് കേട്ടോ. അടുത്തത് ഉണക്കമുളകാണ് ചേർക്കുന്നത്. ഉണക്കമുളക് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ പുറത്തേക്ക് പോകും. കുരു ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ കുരു കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ കുരു എടുത്തിട്ട് നമ്മുടെ ഉണക്കമുളകിൻ്റെ കുരു എടുത്തിട്ട് നമ്മൾ പാവിയിട്ടുണ്ടെങ്കിൽ നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകുണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പായിരുന്നാലും പരിപ്പൊടിയിൽ നല്ലൊരു കറക്റ്റ് പാകത്തിന് നിൽക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയിട്ട് എടുക്കണം. ഈ സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ അരച്ചെടുത്തേക്കണ പരിപ്പിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കണതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ അല്ലെങ്കിൽ നീറ്റിലുണ്ടാവും. ഞാൻ സാധാരണ ഒറ്റ കുക്കിംഗ് വീഡിയോയിൽ ഞാനങ്ങനെ ഗ്ലൗസ് ഇടാറില്ല. പക്ഷേ ഇത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ഗ്ലൗസ് ഇടുന്ന പരിപാടിയുണ്ട്. അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ കൈ ഭയങ്കര പുകച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി ഗ്ലൗസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരൊന്നും പറയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ കണ്ണൊക്കെ എരിയും. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് അരച്ചിട്ട് എടുത്തേക്കണത് കൊണ്ട് തന്നെ ഒട്ടും വെള്ളമൊന്നും ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്നും വരില്ല. കണ്ട വെള്ളം ഒട്ടും ഒഴിച്ചിട്ട് നമ്മൾ അരക്കരുത്. നന്നായിട്ട് ഇങ്ങനെ തിരുമാം. അതേപോലെ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കാം, ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കും.
പിന്നെ ഇതാട്ടോ നമ്മൾ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം നമ്മുടെ തൂവര പരിപ്പ്. ഇതിന് ഭയങ്കര കനവും കുറവായിരിക്കും, കുറച്ച് ചെറിയ പരിപ്പായിരിക്കും. ഇതല്ല കേട്ടോ നമ്മൾ പരിപ്പോടേക്ക് എടുക്കണത്. ഈ പരിപ്പ് നോക്കിക്കേ, നല്ല ഉണ്ടച്ചിട്ടിരിക്കും. ഇതാണ് നമ്മൾ പരിപ്പോട ഉണ്ടാക്കാൻ എടുക്കുന്ന പരിപ്പ്. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പോട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഉരുളിയാണ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഉരുളിയാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇടാമല്ലോ. ഞാൻ പെട്ടെന്ന് വറുത്തെടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഈ പരിപ്പോട മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് ഓയിൽ ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പോട ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ കയ്യിൽ ഇത്രയ്ക്ക് ഇട്ടുക. ഒരുപാട് വലിയ ഉരുളയാക്കിയിട്ട് എടുക്കണ്ട. ഇത്രയ്ക്കുള്ള ഒരു ഉരുളയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടാം. ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്താം. ഇങ്ങനെ പരത്തുമ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സെൻറ്ററിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴിച്ച് ഒന്ന് കൊടുക്കുക. എങ്ങാനും ഈ സൈഡ് എങ്ങാനും ജസ്റ്റ് ഒന്ന് വിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഷേപ്പാക്കിയിട്ട് വെക്കരുത്. കാരണം ഇത് ഇങ്ങനെ ചില സ്ഥലത്തേക്ക് ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടാവും. അതേപോലെ നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പരിപ്പോടയുടെ ഉള്ളിലേക്ക്, ഈ സെൻറ്ററിലേക്കൊക്കെ ഓയിൽ വന്നിട്ട്, ചൂടുള്ള ഓയിൽ വന്നിട്ട് നമ്മുടെ പരിപ്പോട ശരിക്കും മൊരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒതുക്കി ഈ സെൻറ്റർ ഭാഗം കനം കുറച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. അതാണ് നമ്മൾ പരിപ്പോട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ ഒന്ന് കുഴിച്ച് കൊടുക്കുകയും ചെയ്യുക. കണ്ട, എന്നിട്ട് നമ്മൾ കൈ ജസ്റ്റ് അങ്ങനെ ഒന്ന് കമത്തുമ്പോൾ നമ്മുടെ പരിപ്പോട അങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മൾ ഓയിലിലേക്കാണ്ട് ഇട്ട് കൊടുക്കുക. വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. കാരണം പരിപ്പിന് അത്യാവശ്യം നല്ല വേവുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടില്ല, പരിപ്പ് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിപ്പോടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പരിപ്പോട മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും. പരിപ്പാകുമ്പോൾ നമുക്കറിയാലോ, അത്യാവശ്യം നല്ല വേവുള്ള സാധനമാണ് പരിപ്പ്. പക്ഷേ നമ്മൾ തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇരിക്കും. പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പോട മുരിഞ്ഞിട്ടുണ്ടാവില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. വലിയ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നുകൂടി ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് വലിയ ബർണറില്ല. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കൂട്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. നമ്മുടെ പരിപ്പോട കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും നന്നായിട്ട് മുരിഞ്ഞാൽ മാത്രമേ നമ്മുടെ പരിപ്പോട കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സബോള ആയിരുന്നാലും ഞാനാ പറഞ്ഞേക്കണം അത്രയ്ക്ക് ചേർത്താൽ മതി. അതിൽ കുറേ സബോള ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് തിരുമുമ്പോൾ ഈ സബോളയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം വരുമല്ലോ. അപ്പോൾ ഞാൻ എടുത്തിരുന്ന ആ സബോള നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ സബോള എടുത്താൽ മതി, അല്ലാണ്ട് ഒരുപാട് സബോള ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ടിരുന്ന പരിപ്പോട ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ടത് നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഞാൻ ഫ്ലെയിം വെച്ചേക്കണുണ്ട്. അത് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, ഫ്ലെയിം വെച്ചിട്ടുള്ളൂ. അത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇതിങ്ങനെ ചെറിയ രീതിയിൽ കിടന്ന് മൊരിഞ്ഞോട്ടെ, നമുക്ക് അടുക്കളയിൽ വേറെ പണികളൊക്കെ ചെയ്യാം. അത് നോക്കിക്കേ, നമ്മുടെ പരിപ്പോട നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞോട്ടെ. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ പരിപ്പോട നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് പരിപ്പ് എടുത്തിട്ട് ഇതേപോലത്തെ 28 പരിപ്പോടയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിവിടെ ആ ക്ലാസ്സിലെ അളവല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പരിപ്പിൻ്റെ തൂക്കം വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 450 ഗ്രാം പരിപ്പാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു 500 ഗ്രാം വരെ, ഒരു 1/2 കിലോ പരിപ്പ് വരെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 28 അല്ലെങ്കിൽ ഒരു 30 പരിപ്പോട നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പോട നോക്കിക്കേ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ പരിപ്പോടയുടെ ഈ സെൻറ്ററിലും സൈഡിലും എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തീ ഒരുപാട് കൂട്ടി വയ്ക്കാണ്ട് മുരിച്ചിട്ട് എടുക്കുക. പരിപ്പോട മുരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കും. നമുക്ക് ഇപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഒരു
14-15 മിനിറ്റിൻ്റെയൊക്കെ അടുത്തെടുക്കും നമുക്ക്. ചിലപ്പോൾ അതിൽ കൂടുതലെടുക്കും, അത്രയ്ക്ക് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ മൊരിയിച്ചിട്ടിടുക. ഇതിപ്പോൾ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ കഴിച്ചു കൊണ്ടേ. ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ പരിപ്പാടി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.